നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും വി വി മാത്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 6th സ്റ്റാൻഡേർഡിലെ ഡെസിമൽ ഫോംസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് മുഴുവൻ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് ഇന്ന് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പേജിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. Mahadevan's home is 4 km from the school. He travels 2.75 km of this distance in a bus and the remaining on foot. What distance does he walk? എന്താണ് ക്വസ്റ്റ്യൻ? മഹാദേവൻസ് ഹോം ഈസ് 4 km ഫ്രം ദ സ്കൂൾ. മഹാദേവൻ്റെ വീട് സ്കൂളിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ്. പിന്നെയോ ഹി ട്രാവൽസ് 2.75 km ഓഫ് ദിസ് ഡിസ്റ്റൻസ് ഇൻ എ ബസ് ആൻഡ് ദ റിമൈനിങ് ഓൺ ഫുട്ട്. സ്കൂളിലേക്കുള്ള യാത്രയിൽ 2.75 കിലോമീറ്റർ ബസ്സിലും ബാക്കി ദൂരം നടന്നുമാണ് പോകേണ്ടത്. അങ്ങനെയെങ്കിൽ എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഡിസ്റ്റൻസ് ഡസ് ഹി വാക്ക്? എത്ര ദൂരമാണ്, എത്ര കിലോമീറ്ററാണ് മഹാദേവൻ നടക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മഹാദേവൻ നടക്കുന്ന ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? മഹാദേവന്റെ വീട്ടിലേക്ക് സ്കൂളിൽ നിന്ന് എത്ര കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്? 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഫ്രം സ്കൂൾ എന്നാണ് പറഞ്ഞത്. മഹാദേവന്റെ വീട് സ്കൂളിൽ നിന്ന് 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ അവൻ എന്താ ചെയ്തത്? അവൻ സ്കൂളിൽ നിന്ന് ബസ്സിലാണ് വീട്ടിലേക്ക് പോയത്. പക്ഷേ ടോട്ടൽ 4 കിലോമീറ്റർ ആണ് വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ്. അതിൽ 2.75 കിലോമീറ്റർ ആണ് മഹാദേവൻ ബസ്സിന് പോയത്. ബാക്കിയുള്ളത് റിമൈനിങ് ഫൂട്ട് എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ളത് നടന്നിട്ടാണ് പോയത്. ഇപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് സ്കൂളിൽ നിന്ന് മഹാദേവന്റെ വീട്ടിലേക്ക് 4 കിലോമീറ്റർ ആണ് ഉള്ളത്, 4 കിലോമീറ്റർ ആണ് വരുന്നത് അല്ലെ? അതിൽ 2.75 കിലോമീറ്റർ ബസ്സിന് പോയി. പിന്നെ അവിടുന്ന് ബാക്കിയുള്ള ഡിസ്റ്റൻസ് നടന്നിട്ടാണ് വീട്ടിലെത്തിയത്. അങ്ങനെയെങ്കിൽ ആ റിമൈനിങ് ഫൂട്ട് എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസ് ആണെന്നാണ് കണ്ടെത്തേണ്ടത്. അതായത് നടന്ന ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് കണ്ടെത്തേണ്ടത്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ടോട്ടൽ ഉള്ളത് 4 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ്. അതിൽ 2.75 കിലോമീറ്റർ അവൻ ബസ്സിന് പോയി. ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള ദൂരം നടന്നിട്ടാണ് പോയത്. അങ്ങനെയെങ്കിൽ ആ നടന്ന ദൂരം എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യുക? ടോട്ടൽ ഡിസ്റ്റൻസിൽ നിന്ന് ബസ്സിന് പോയ ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ മതി അല്ലെ? ഇപ്പോൾ 4 കിലോമീറ്റർ ആണ് ടോട്ടൽ ഉള്ളത്. അതിൽ നിന്ന് 2.75 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ബൈ ഫൂട്ട്, അതായത് റിമൈനിങ് ബൈ ഫൂട്ട് എന്നാ പറഞ്ഞ ആ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും അല്ലെ? ചെയ്ത് നോക്കാം നമുക്ക്. 4 മൈനസ് 2.75 എന്നാണ് 4. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 0 വരുന്നത്. അപ്പൊ നമുക്ക് 4നെ നമുക്ക് 4.00 എന്ന് എഴുതാം. 4 മൈനസ് 2.75 അപ്പോൾ 2.75 എന്ന് എഴുതി. ഓക്കെ, ഇവിടെ 4 കഴിഞ്ഞ ശേഷം 4 കിലോമീറ്റർ ആണ്. അത് കഴിഞ്ഞ ശേഷം പോയിന്റ് വന്നതിന് ശേഷം അപ്പുറത്ത് ഒന്നും വരുന്നില്ല അല്ലെ? 4ല് പോയിന്റ് ഇല്ല, പോയിന്റ് കഴിഞ്ഞിട്ട് അപ്പുറത്തൊന്നും ഇല്ലാതാണ്. പക്ഷെ നമുക്ക് മൈനസ് ചെയ്യേണ്ട നമ്പറിൽ 2 കഴിഞ്ഞിട്ട് 0.75 ഉണ്ട്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത് എന്താണ്? ഈ ഓൾ നമ്പറിന് കൂടെ പോയിന്റ് കഴിഞ്ഞ ശേഷം 0 ചേർത്ത് കൊടുക്കുക. ഇത് 4.0 എന്ന് പറഞ്ഞാലും 4.00 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? 4 എന്നാണ്. ഓക്കെ, 5നെ നമുക്ക് എങ്ങനെ എഴുതാം? 5.0 എന്ന് എഴുതാം. ഇതെന്തിന് തുല്യമാണ്? 5ന് ഈക്വൽ ആണ്. അല്ലെങ്കിൽ 6ന് ഈക്വൽ ആയിട്ട് നമുക്ക് 6.000 എന്ന് എഴുതാം. അതും 6ന് ഈക്വൽ ആണ്. അപ്പൊ നമ്മളിവിടെ ചെയ്തത് എന്താണ്? 4നെ 4.00 എന്ന് എഴുതി. ഓക്കെ, ഇത് എന്തിനാ എഴുതിയെന്ന് മനസ്സിലായിട്ടുണ്ടാവും. മൈനസ് ചെയ്യേണ്ട നമ്പറിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഓൾ നമ്പറിന് കൂടെ പോയിന്റ് കഴിഞ്ഞിട്ട് 0 പുട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് മൈനസ് ചെയ്യാം. ഇവിടെ 0 മൈനസ് 5 ആണ്. ചെയ്യാൻ പറ്റുമോ? ഇല്ല. സ്വാഭാവികമായിട്ട് നമ്മൾ അടുത്ത പൊസിഷനിൽ നിന്ന് ഒരു 1 അങ്ങോട്ട് കൊടുക്കുക ചെയ്യുക. ഇവിടെയും 0 ആണ്. അപ്പോൾ ഇവിടെ മൈനസ് ചെയ്യാൻ പറ്റില്ല. സോ നെക്സ്റ്റ് പോയിന്റിൽ പ്ലേസിൽ പോയിട്ട് നമ്മൾ ഒരു 1 ഇങ്ങോട്ട് കൊടുക്കുന്നു. അതിൽ നിന്ന് ഒരു 1 ഇങ്ങോട്ട് കൊടുക്കുന്നു. അത് നോർമൽ സാധാരണ നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ 10 വരും. 10 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 5 വരുന്നു. ഇവിടെ 9 ആണ് ഉണ്ടാവുക. 9 മൈനസ് 7 എന്ന് പറഞ്ഞാൽ 2 ആണ് വരുന്നത്. ഇവിടെ പോയിന്റിന്റെ പ്ലേസ് വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ പോയിന്റ് ഇവിടെ ആൻസർ ഇട്ട് കൊടുക്കുക.
ഇനി ഇവിടെ 4 ഇല്ല, 3 വരുന്നുള്ളൂ. ഒരു എണ്ണം നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 3 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. ദാറ്റ് ഈസ് 1.25. അപ്പോൾ മഹാദേവൻ നടന്ന ദൂരം എത്രയാ വരുന്നത്? 1.25 കിലോമീറ്റർ ആണ്. ഓക്കെ, യെസ്. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആൻസർ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ 1.25 എന്ന് പറയുന്ന ആൻസർ ശരിയാണോ എന്ന്. അതായത് ബസ്സിന് പോയ ഡിസ്റ്റൻസ് 2.75ഉം മഹാദേവൻ നടന്നു പോയ ഡിസ്റ്റൻസ് എത്രയാണ്? 1.25ഉം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരണം? ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ടുള്ള 4 കിലോമീറ്റർ വരണം. വേണ്ടേ? ചെയ്ത് നോക്കാം നമുക്ക്. ജസ്റ്റ് 2.75 പ്ലസ് 1.25 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 + 5 10, റിമൈൻഡർ 1, 1 + 7 8 + 2 10ലേക്ക് 0, റിമൈൻഡർ 1. ഇവിടെ പോയിന്റ് വന്നുകൊണ്ട് പോയിന്റ് ഇട്ട് കൊടുത്തു. 1 + 2 3, 3 + 1 4, 4.00 മീൻസ് എന്ത് തന്നെയാണ് വരുന്നത്? 4 തന്നെയാണ്. അപ്പൊ നമ്മുടെ ചെയ്തിരിക്കുന്ന ഈ ആൻസർ എന്താണ്? ശരിയാണ്. സോ മഹാദേവൻ നടന്നു പോകുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 1.25 കിലോമീറ്റർ. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Susan bought a bangle weighing 7.4 grams and a necklace weighing 10.8 grams. She bought a ring also, and the total weight of all three is 20 grams. What is the weight of the ring? എന്താണ് ക്വസ്റ്റ്യൻ? സൂസൻ 7.4 ഗ്രാം തൂക്കമുള്ള വെയിറ്റുള്ള ഒരു ബാങ്കിൾ, വളയും, പിന്നെയോ 10.8 ഗ്രാം വെയിറ്റുള്ള ഒരു മാലയും നെക്ലേസും ഒരു മോതിരവും വാങ്ങി. മൂന്നിൻ്റെയും കൂടെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 20 ഗ്രാം ആണ്. പക്ഷെ മോതിരത്തിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് തന്നിട്ടില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ റിങ്? ആ റിങ്ങിൻ്റെ വെയിറ്റ് എത്രയാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ബാങ്കിളിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 7.4 ഗ്രാം. അതുപോലെ നെക്ലേസിൻ്റെ വെയിറ്റ് 10.8 ഗ്രാമുമാണ്. അതിലേക്ക് മോതിരവും കൂടെ റിങ്ങും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ടോട്ടൽ 20 ഗ്രാമാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ റിങ്ങിൻ്റെ വെയിറ്റ് എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? സൂസൻ എന്തൊക്കെയാണ് വാങ്ങിയത്? ഒരു ബാങ്കിൾ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ നെക്ലേസ്, ഒരു റിങ്ങും. മൂന്നിൻ്റെയും കൂടെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 20 ഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിൽ ബാങ്കിളുടെ വെയിറ്റ് 7.4 ഗ്രാമും നെക്ലേസിന്റെ വെയിറ്റ് 10.8 ഗ്രാമുമാണ്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? റിങ്ങിന്റെ വെയിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? രണ്ടെണ്ണത്തിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, പക്ഷെ ഈ മൂന്നെണ്ണത്തിന്റെയും കൂടെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 20 ഗ്രാം ആണ്. അപ്പൊ നമുക്ക് റിങ്ങിന്റെ വെയിറ്റ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? യെസ്, ഈ മൂന്നെണ്ണം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് 20 കിട്ടുക അല്ലെ? പക്ഷെ മൂന്നാമത്തെ നമുക്കറിയാമോ? റിങ്ങിന്റെ വെയിറ്റ് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അറിയാവുന്ന ഈ രണ്ട് വെയിറ്റുകളും കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്താൽ മതി? ഈ ടോട്ടൽ വെയിറ്റ് 20 ഗ്രാമിൽ നിന്ന് അത് മൈനസ് ചെയ്താൽ മതി അല്ലെ? അതും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്താൽ മതി? ഈ ടോട്ടൽ വെയിറ്റ് 20 ഗ്രാം ആണ് അല്ലെ? ഇത് ഏതിന്റെയും കൂടെയാണ്? ബാങ്കിള്, നെക്ലേസ്, റിങ്, ഈ മൂന്നും കൂടെ ചേർന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 20യിൽ നിന്ന് ആദ്യം ബാങ്കിളിന്റെ വെയിറ്റ് മൈനസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി വന്നു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുക? ബാക്കി ഉള്ളത് എന്തിൻ്റെതായിരിക്കും? നെക്ലേസിന്റെയും റിങ്ങിന്റെയും കൂടെ ചേർത്തതായിരിക്കും അല്ലെ? അതിൽ നമ്മൾ എന്ത് ചെയ്യാം? നെക്ലേസിന്റെ വീണ്ടും മൈനസ് ചെയ്യാം. അപ്പൊ ബാക്കി വരുന്നത് എന്താണ്? റിങ്ങിന്റെ വെയിറ്റ് ആയിരിക്കും. അങ്ങനെയും ചെയ്യാം, 2 തവണ മൈനസ് ചെയ്തതിനു ശേഷം ചെയ്യാം. അതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ തന്നിരിക്കുന്ന രണ്ടിന്റെയും, അതായത് ബാങ്കിളിന്റെയും നെക്ലേസിന്റെയും കൂടെ ആഡ് ചെയ്യാം. ആ ആഡ് ചെയ്ത റിസൾട്ട് ടോട്ടലിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണ്? റിങ്ങിന്റെ വെയിറ്റ് ആയിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? വെയിറ്റ് ഓഫ് ബാങ്കിൾ ആൻഡ് നെക്ലേസ് ഇസ് ഈക്വൽ ടു, ഓക്കെ, വെയിറ്റ് ഓഫ് ബാങ്കിൾ ആൻഡ് നെക്ലേസും ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. വെയിറ്റ് ഓഫ് ബാങ്കിൾ ആൻഡ് നെക്ലേസ് ഇസ് ഈക്വൽ ടു, ബാങ്കിൾ ആൻഡ് നെക്ലേസ് ഇസ് ഈക്വൽ ടു എങ്ങനെ വരും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 7.4 ഗ്രാം പ്ലസ് 10.8 ഗ്രാം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി അല്ലെ? ആഡ് ചെയ്ത് നോക്കാം. 7.4 പ്ലസ് 10.8 ഇങ്ങനെയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഇവിടെ വൺസ് പ്ലേസ് ഡിജിറ്റിന്റെ താഴെയാണ് ഇവിടെ വൺസ് പ്ലേസ് എഴുതേണ്ടത്. ടെൻസ് പ്ലേസ് ഇവിടെ ഇല്ല. 7.4ൽ ടെൻസ് പ്ലേസ് ഡിജിറ്റ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം?
ടെൻസ് പ്ലേസ് ഡിജിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ 0 വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 4 + 8 12, റിമൈൻഡർ 1 കൊടുത്തു, ഇനി ഇവിടെ 0.2 കൊടുത്തു. പിന്നെയോ 1 + 7 8 ആണ്, ഇവിടെ എന്താ വരുന്നത് 1 ഉള്ളൂ, ദാറ്റ് ഈസ് 18.2 ഗ്രാം. ഓക്കെ, 7.4 + 10.8 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത് 18.2 ഗ്രാം ആണ് വരുന്നത് അല്ലേ, 18.2 ഗ്രാം. ഇതെന്താണ്? ഇത് ബാംഗിളിന്റെയും നെക്ലേസിന്റെയും ടോട്ടൽ വെയിറ്റ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് റിങ്ങിന്റെ വെയിറ്റ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടെത്താം? വെയിറ്റ് ഓഫ് റിംഗ് ഇസ് ഈക്വൽ ടു, വെയിറ്റ് ഓഫ് റിംഗ് ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് വരുന്നത്? ടോട്ടൽ വെയിറ്റ് എത്രയാ? 20 ആണ്. ദാറ്റ് ഈസ് 20 ഗ്രാം മൈനസ് ഈ രണ്ടിന്റെയും കൂടെ വെയിറ്റ് എത്രയായിരുന്നു? 18.2 ഗ്രാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ടോട്ടൽ വെയിറ്റ് ആയിട്ടുള്ള 20 ഗ്രാമിൽ നിന്ന് 18.2 മൈനസ് ചെയ്താൽ മതി അല്ലെ. ചെയ്ത് നോക്കാം നമുക്ക്. 20 മൈനസ് 18.2 ആണ്, 18.2 അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് ഇവിടെ വരുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ പോയിന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു 0 കൊടുക്കുക. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു 20.0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 20 തന്നെയാണ്. 5.00 എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണ്? 5 തന്നെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതി, ഇവിടെ 10 - 2 8 ആണ് വരുന്നത് അല്ലെ. ഇനി ഇവിടെ എന്താ വരുന്നത്? പോയിന്റിന്റെ പ്ലേസ് ആണ്. അപ്പൊ നമ്മളിവിടെ പോയിന്റ് ഇട്ട് കൊടുത്തു. ഇവിടെ 9 - 8 1, 1 - 1 0 ആണ് വരുന്നത്. ദാറ്റ് ഈസ് 1.8 ഗ്രാം, 1.8 ഗ്രാം. ഓക്കെ, അപ്പൊ വെയിറ്റ് ഓഫ് റിംഗ് ഇസ് ഈക്വൽ ടു എന്താണ് വരുന്നത്? 1.8 ഗ്രാം ആണ്. ഇത് ശരിയാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ 7.4ഉം 10.8ഉം പിന്നെ ഈ കിട്ടിയിരിക്കുന്ന 1.8 കൂടെ ആഡ് ചെയ്താൽ മതി അല്ലെ. ഇവിടെ ഈ ബാംഗിളിന്റെ 7.4ഉം നെക്ലേസിന്റെ 10.8ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 18.2 കിട്ടിയിട്ടുണ്ട്. ആ 18.2നോട് 1.8 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 20 ഗ്രാം കിട്ടും. അപ്പൊ ടോട്ടൽ വെയിറ്റ് 20 ഗ്രാം തന്നെയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന റിങ്ങിന്റെ വെയിറ്റ് ശരിയാണ്. എത്രയാ വരിക? 1.8 ഗ്രാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. From a 10.5 meter rod, an 8.05 centimeter piece is cut off. What is the length of the remaining piece? ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? 10.5 മീറ്റർ ലെങ്ത് ഉള്ള ഒരു റോഡാണ്. റോഡ് മീൻസ് ഒരു കമ്പിയാണ്. അതിൽ നിന്ന് ആൻ 8.05 സെൻറ്റിമീറ്റർ പീസ് ഈസ് കട്ട് ഓഫ്. അതിൽ നിന്ന് 8.05 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ റിമൈനിങ് പീസ്? ബാക്കിയുള്ള പീസിൻ്റെ ആ ലെങ്ത്ത് എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് തന്നിട്ട് 10.5 മീറ്റർ ആണ്. അതിൽ നിന്ന് കട്ട് ചെയ്തത് 8.05 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ളതിൻ്റെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? യെസ്, അതായത് ഒരു ഇരുമ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു റോഡ് ഉണ്ട്, ഒരു ഇരുമ്പിന്റെ കമ്പിയാണ്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 10.5 മീറ്റർ ആണ്. ടോട്ടൽ ലെങ്ത് 10.5 മീറ്റർ ആയിരുന്നു. അതിൽ നിന്ന് 8.05 സെന്റിമീറ്റർ കട്ട് ചെയ്തു. അത് കട്ട് ചെയ്ത പീസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 8.05 സെന്റിമീറ്ററുമാണ്. അങ്ങനെയെങ്കിൽ റിമൈനിങ് പീസിന്റെ ലെങ്ത് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ടോട്ടൽ ഒരു വലിയൊരു കമ്പിയിൽ നിന്ന് ഒരു പീസ് കമ്പി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാക്കിയുള്ള ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് കട്ട് ചെയ്ത പീസിന്റെ ലെങ്ത് മൈനസ് ചെയ്താൽ മതി അല്ലെ. അതായത് 10.5 മീറ്ററിൽ നിന്ന് 8.05 സെന്റിമീറ്റർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി അല്ലെ. അപ്പൊ ഇത് 10.5 മൈനസ് 8.05 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുമോ? ഇല്ല. എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? 10.5 മീറ്റർ ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ. ഇതാണെങ്കിലോ 8.05 സെന്റിമീറ്ററുമാണ്. അപ്പൊ യൂണിറ്റിന് ഡിഫറൻസ് ഉണ്ട് അല്ലെ. ഒരെണ്ണം മീറ്ററിലും മറ്റൊന്ന് സെന്റിമീറ്ററിലുമാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇതിനെ ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് മാറ്റണം. ഒന്നുകിൽ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം, രണ്ടും സെന്റിമീറ്ററിലായിരിക്കണം, അല്ലെങ്കിൽ രണ്ടും മീറ്ററിലായിരിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ആദ്യം ഈ മീറ്ററിൽ തന്നിരിക്കുന്ന മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അതായത് 10.5
5 മീറ്റർ ഇസ് ഈക്വൽ ടു, നമുക്കറിയാം മീറ്ററിന് സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. ദാറ്റ് ഈസ് 10.5 into 100 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ 10.5 into 100 എന്ന് പറഞ്ഞാൽ 1050 സെന്റിമീറ്റർ. ഓക്കെ, അതായത് 10.5 into 100 ആണ്. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ്, ഡെസിമൽ പോയിന്റ് 2 സ്ഥാനം റൈറ്റിലേക്ക് മാറ്റിയിട്ട് പോയിന്റ് ഇട്ടാൽ മതി. 2 ഡിജിറ്റ് റൈറ്റിലേക്ക് മാറിയിട്ട്. അപ്പൊ ഒരു ഡിജിറ്റ് ഇവിടെ മാറാനുള്ളൂ അല്ലെ. 5 എന്ന് പറയുന്ന ഒരു ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ അപ്പുറത്തിലേക്ക് നമ്മൾ ഡിജിറ്റ് ഇല്ലാത്തതുകൊണ്ട് 0 കൊടുക്കും. ദാറ്റ് ഈസ് 1050 സെന്റിമീറ്റർ. ഇപ്പൊ രണ്ടും സെന്റിമീറ്ററിലായി അല്ലെ. അപ്പോൾ നമുക്ക് ഇനി കണ്ടുപിടിക്കാം ലെങ്ത് ഓഫ് റിമൈനിങ് പീസ് ഇസ് ഈക്വൽ ടു, ലെങ്ത് ഓഫ് റിമൈനിങ് പീസ് ഇസ് ഈക്വൽ ടു, റിമൈനിങ് പീസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ലെങ്ത് എത്രയാ 1050 സെന്റിമീറ്റർ മൈനസ് 8.05 സെന്റിമീറ്റർ. ഓക്കെ, മൈനസ് ചെയ്ത് നോക്കാം. 1050 ആണ് തന്നിരിക്കുന്നത് അല്ലെ. 1050 മൈനസ് 8.05 എന്നാണ്. 8.05. ഇപ്പൊ ഇവിടെ പോയിന്റ് ഇല്ല അല്ലെ. അപ്പൊ നമ്മളിവിടെ പോയിന്റ് ഇട്ടിട്ട് ഇവിടെ 2 0 കൊടുക്കുന്നു. താഴെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ഉള്ളത് കൊണ്ട് ഇവിടെ 10 - 5 5 വന്നു. 9 - 0 9. ഇവിടെ പോയിന്റ് ഇട്ടു. 9 - 8 1 വന്നു. ഇവിടെയോ 5 ഇല്ല, 4 മാത്രമേ ഉള്ളൂ. 1 0 1. That is 1041.95 സെന്റിമീറ്റർ. നമുക്ക് എഴുതാം 1041.95 സെന്റിമീറ്റർ ആണ് അല്ലെ. 1041.95 സെന്റിമീറ്റർ ആണ്. ഇതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. ദാറ്റ് ഈസ് എങ്ങനെ വരും? 10.4195 മീറ്റർ എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഇതിന്റെ ആൻസർ എന്താ വരുന്നത്? റിമൈനിങ് പീസ് ഓഫ് റോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 10.4195 മീറ്റർ. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. We add 10.864 and the number got by interchanging the digits in its tens and thousands this place. What do we get? What is the difference of these two numbers? ഇപ്പം എന്താ ചോദിച്ചിരിക്കുന്നത്? We add 10.864 and the number got by interchanging the digits in its tens and thousands this place. എന്ന് പറഞ്ഞാൽ 10.864 എന്ന സംഖ്യയും ഈ സംഖ്യയിൽ തന്നെ 1/10ൻ്റെയും 1/1000ൻ്റെയും പ്ലേസിൽ വരുന്ന ഡിജിറ്റ്സുകൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യയും തമ്മിൽ കൂട്ടിയാൽ എന്താണ് കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 10.864 എന്ന് പറയുന്ന നമ്പർ ഈ സംഖ്യയിലെ 1/10ൻ്റെയും 1/1000ൻ്റെയും പ്ലേസിലുള്ള ഡിജിറ്റ്സ് ആണ് നമ്മൾ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അവ കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് കിട്ടുക, അവയുടെ ഡിഫറൻസ് എത്രയാണ്, അതായത് വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? യെസ്. 10.864ന്റെ 1/10th പ്ലേസിൽ വരുന്ന ഡിജിറ്റും 1/1000 വരുന്ന ഡിജിറ്റും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തിട്ട് എഴുതിയിട്ട് അതിന് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എന്ത്, അതിന് ഡിഫറൻസ് എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഈ ഡിജിറ്റിൽ അതല്ലെങ്കിൽ ഈ നമ്പറിൽ 10.864 ആണ് തന്നിരിക്കുന്നത്. ഇതിലെ 10th പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10ന്റെ പ്ലേസ് എന്താ വരുന്നത് 8. പിന്നെയോ 1/1000 പ്ലേസിൽ വരുന്ന ഏതാണ് 4. ഇവ രണ്ടും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പൊ ഇവിടെ എന്താ വരിക 10.864 ഇത് ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 10.4 എന്ന് പറയുന്നത് 8ന്റെ പൊസിഷനിലേക്ക് വരും, 8 4ന്റെ പൊസിഷനിലേക്കും പോയി കഴിഞ്ഞാൽ എന്ത് വരും 468 എന്ന് വരും. ഇവ രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത്, ഇതിന്റെ ഡിഫറൻസ് എന്ത്, ഈ രണ്ട് കാര്യമാണ് കണ്ടെത്തേണ്ടത്. ഇപ്പൊ ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ ആദ്യത്തെ നമ്പർ എന്തായിരുന്നു 10.864 ആയിരുന്നു. ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ എന്താ നമ്പർ കിട്ടിയത് 10.468. അപ്പൊ ആദ്യം ഇതിന്റെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലെ. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്ന, അപ്പൊ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10.864 പ്ലസ് 10.468 രണ്ടുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ആഡ് ചെയ്ത് നോക്കാം. 4 + 8 12 ആണ്, റിമൈൻഡർ 1. 7 + 6 13, റിമൈൻഡർ 1.
1 + 8 9 + 4 13. റിമൈൻഡർ 1 കൊടുത്തു. ഇവിടെ പോയിന്റ് വന്നുകൊണ്ട് നമ്മൾ ആ പോയിന്റ് ഇട്ട് കൊടുത്തു അല്ലേ. ഇനി 1 + 0 ആണ് വരുന്നത് 1, 1 + 1 2, ദാറ്റ് ഈസ് 21.332. ഇതാണ് ഇവ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള റിസൾട്ട്. ഇനി ഒരു കാര്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതാണ് വലിയ ഡിജിറ്റ് ആയിട്ട് അല്ലെങ്കിൽ വലിയ നമ്പർ വരുന്നത്? 10.864 10.468 ആണ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം അല്ലെ. പോയിന്റ് കഴിഞ്ഞിട്ട് വലിയ ഡിജിറ്റ് എന്ന് പറയുന്നത് 8 ആണ്, ഇവിടെ 4 വരുന്നുള്ളൂ. അപ്പൊ വലിയ നമ്പർ എന്ന് പറയുന്നത് ആദ്യത്തേതാണ്, നമുക്ക് തന്നിരിക്കുന്നതാണ്. ദാറ്റ് ഈസ് 10.864 മൈനസ് 10.468. മൈനസ് ചെയ്ത് നോക്കാം എന്താ വരുന്നതെന്ന്. ഓക്കെ, യെസ്. ഇവിടെ 4 എന്ന് 8 മൈനസ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ 14 ആയി. 14 - 8 6. ഇവിടെ 5 ആണ്, 15 - 6 9 വന്നു. ഇനി ഇവിടെ 7 ആണ്, 7 - 4 3. ഇനി ഇവിടെ പോയിന്റ് ഒന്നുകൂടെ പോയിന്റ് ഇട്ട് കൊടുത്തു 0, 1 - 1 0. ദാറ്റ് ഈസ് എന്താ ആൻസർ വരുന്നത്? 0.396. ഇതാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പൊ നമ്മൾ ആഡ് ചെയ്തിട്ട് അതിന്റെ ആൻസർ കാണാൻ പറഞ്ഞു. കിട്ടിയത് 21.332. അതിന്റെ ഡിഫറൻസ് കാണാൻ പറഞ്ഞു. എന്താ കിട്ടിയിരിക്കുന്നത്? 0.396. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റൻ നോക്കാം നമുക്ക്. When 12.45 is added to a number and then 8.75 subtracted, the result was 7.34. What is the original number? എന്താണ് ചോദിച്ചിരിക്കുന്നത്? When 12.45 is added to a number and then 8.75 subtracted, the result was 7.34 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സംഖ്യയോട് 12.45 കൂട്ടിയതിൽ നിന്ന്, ആഡ് ചെയ്തതിൽ നിന്ന് 8.75 മൈനസ് ചെയ്തപ്പോൾ 7.34 കിട്ടി. അങ്ങനെയെങ്കിൽ ആദ്യ സംഖ്യ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഒറിജിനൽ നമ്പർ? ഫസ്റ്റ് നമ്പർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? യെസ്. എന്താണ് ക്വസ്റ്റൻ? എന്താ പറഞ്ഞിരിക്കുന്നത്? ഏതോ ഒരു സംഖ്യയാണ് അല്ലേ, ആ സംഖ്യയോട് 12.45 ആഡ് ചെയ്തു, എന്നിട്ട് അതിൽ നിന്ന് 8.75 മൈനസ് ചെയ്തപ്പോൾ ആൻസർ 7.34 കിട്ടി. അങ്ങനെയെങ്കിൽ ആദ്യത്തെ സംഖ്യ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ ഒറിജിനൽ നമ്പർ ഏതാണ്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏതോ ഒരു നമ്പറാണ്, ഏതാ നമ്പർ എന്നറിയില്ല. ആ നമ്പറിനോട് 12.45 ആഡ് ചെയ്തു, എന്നിട്ട് ആ റിസൾട്ടിൽ നിന്ന് 8.75 മൈനസ് ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയത്? 7.34 കിട്ടിയത്. കൺഫ്യൂഷൻ ആയോ? കൺഫ്യൂഷൻ ആവണ്ട, വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഏതോ ഒരു നമ്പറാണ്, അതിനോടാണ് 12.45 ആഡ് ചെയ്തത് അല്ലെ. ഇപ്പൊ നമുക്ക് ഏതാണ് നമ്പർ എന്ന് അറിയില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ആ നമ്പറിന് എക്സ് എന്ന് കൊടുക്കുകയാണ്. ഏതാ നമ്പർ എന്ന് അറിയില്ല, ഞാൻ അതിനൊരു എക്സ് എന്ന് അങ്ങോട്ട് വിചാരിച്ചു. അപ്പൊ ആ നമ്പറിനോട് എന്താ ആഡ് ചെയ്തത്? 12.45 ആഡ് ചെയ്തു. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 12.45. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത കിട്ടുന്ന ഈ റിസൾട്ടിൽ നിന്ന്, അതായത് ടോട്ടൽ ഈ റിസൾട്ടിൽ നിന്ന് 8.75 മൈനസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ മൈനസ് 8.75 ചെയ്തപ്പോൾ ആൻസർ എന്താണ് വന്നത്? 7.34 കിട്ടി. ഓക്കെ, അങ്ങനെയെങ്കിൽ ആദ്യത്തെ സംഖ്യ അല്ലെങ്കിൽ ഒറിജിനൽ നമ്പർ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഒറിജിനൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഇവിടെ മീൻ ചെയ്യുന്നത്? എക്സ് എന്നാണ് അല്ലെ. ഈ നമ്പർ എക്സിന്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ച് ആൻസർ ആയി. ഏതോ ഒരു നമ്പറാണ്, ആ നമ്പർ ഏതാണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് എന്ന് കൊടുത്തു. അതിനോട് 12.45 ആഡ് ചെയ്തു, അതായത് എക്സ് പ്ലസ് 12.45. എന്നിട്ട് ഈ റിസൾട്ടിൽ നിന്ന് 8.75 മൈനസ് ചെയ്തു. അപ്പോഴാണ് ആൻസർ വന്നത് എന്ത്? 7.34. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ പറയാൻ പറ്റും, എക്സ് ഈ നമ്പറിനോട് 12.45 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ആൻസർ വരിക? 7.34നോട് 8.75 ആഡ് ചെയ്തതാണ് കിട്ടുക അല്ലെ. അതായത് നമുക്ക് എക്സ് പ്ലസ് 12.45 ഇസിക്വൽ ടു എന്താ വരിക? ഈ നമ്പറിനോട് എക്സ് എന്ന് പറയുന്ന നമ്പറിനോട് 12.45 ആഡ് ചെയ്ത് ഞാൻ എന്ത് വരും? ഇതിൽ നിന്ന് മൈനസ് ചെയ്ത നമ്പറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം അല്ലെ. ദാറ്റ് ഈസ് 7.34 പ്ലസ് 8.75 എന്ന് വരും. ഓക്കെ, അതായത് എക്സ് എന്ന് പറയുന്ന നമ്പറിനോട് 12.45 ആഡ് ചെയ്തപ്പോൾ മൈനസ് ചെയ്ത നമ്പർ എത്ര? 8.75 പ്ലസ് 7.34 ആണ് കിട്ടുക. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഞാൻ എന്ത് വരും? 7.34 പ്ലസ്
8.75. 4 plus 5 9 വന്നു. 3 plus 7 10, റിമൈൻഡർ 1 കൊടുത്തു. ഇവിടെ പോയിന്റ് വന്നുകൊണ്ട് പോയിന്റ് ഇട്ട് കൊടുത്തു. 8 plus 8 16. ദാറ്റ് ഈസ് ഈ നമ്പറിനോട് ഏതോ ഒരു എക്സ് എന്ന് പറയുന്ന ഈ നമ്പറിനോട് 12.45 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ ആൻസർ വന്നത്? 16.09 ആണ്. ഓക്കെ, അതായത് ഈ രണ്ട് നമ്പറും കൂടെ ആഡ് ചെയ്തു, അപ്പൊ നമുക്ക് കിട്ടിയ റിസൾട്ട്. അതായത് ഏതോ ഒരു എക്സ് എന്ന് പറയുന്ന നമ്പറിനോട് 12.45 ആഡ് ചെയ്തപ്പോൾ ആൻസർ 16.09 ആണ്. അങ്ങനെയെങ്കിൽ ഈ നമ്പർ ഏതാ വരിക? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 16.09ൽ നിന്ന് 12.45 മൈനസ് ചെയ്താൽ മതി. എന്നിട്ട് കിട്ടുന്നത് എന്താണോ അതായിരിക്കും എക്സിന്റെ വാല്യൂ, അല്ലെ? അതായത് എക്സ് ഇസ് ഈക്വൽ ടു, നമുക്ക് കണ്ടെത്തുന്ന ആ നമ്പർ ഇസ് ഈക്വൽ ടു എന്താണ്? 16.09 മൈനസ് 12.45, അല്ലെ? ഏതോ ഒരു നമ്പറിനോട് 12.45 ആഡ് ചെയ്തപ്പോൾ ആൻസർ എന്ത് കിട്ടി? 16.09 കിട്ടി. അങ്ങനെയെങ്കിൽ ആ നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 16.09ൽ നിന്ന് 12.45 മൈനസ് ചെയ്താൽ മതി. മൈനസ് ചെയ്ത് നോക്കാം നമുക്ക്. 16.09 മൈനസ് 12.45. ഓക്കെ, 9 മൈനസ് 5 4 വന്നു. 10 മൈനസ് 4 6. ഇവിടെ പോയിന്റ് 5 മൈനസ് 2 3. 1 മൈനസ് 1 0 ആണ്. ദാറ്റ് ഈസ് എന്താ വരുന്നത്? 3.64. ഓക്കെ, therefore ഒറിജിനൽ നമ്പർ ഓർ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? ഒറിജിനൽ നമ്പർ ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്? 3.64 എന്ന് പറയുന്ന നമ്പറാണ് വരുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ആൻസർ ആണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സോടെ വൈൻഡപ്പ് ചെയ്യാണ്. ക്ലാസ് മാത്രമല്ല, ഈ ഡെസിമൽ ഫോംസ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്റർ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ക്ലാസ് കൂട്ടുകാരെല്ലാവരും കാണുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.